ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്, ഇത് നേരെ താഴെ ഇറക്കുക. 1 2 3 1 2 3 ഈ 3 എണ്ണം തുറന്നിട്ട് നമ്മൾ ഇതിൽ റാണിസെൽ ഫസ്റ്റ് നോക്കുകയാണ് കേട്ടോ. ഒരു അടയൊക്കെ പണിയെടുക്കുന്നു. അപ്പോൾ ഇത് പതുക്കെ വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ചെറിയ സ്മോക്ക് കൊടുക്കുന്നു. ഈ വടി നമ്മൾ ഈച്ചക്കൊരു എയർ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മേലുള്ള സാധനം എന്ത് ചെയ്യുന്നു, മുറിക്കുന്നു. നമ്മൾ ഇതാണ് അടക്കത്തി വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ റെഡി. ഇത് പൂമ്പൊടിയാണ് അതില്ലേ, അതൊന്നോ പൂമ്പൊടി മാത്രം, അതിൽ തേനില്ലാത്തതുകൊണ്ട് ചെറുങ്ങനെ എടുത്തേ. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഒരാട് ഇതിൽ ഒരാട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഫ്രീ ആക്കി വെക്കണം. നല്ല പരിപാടിയാണ്. ഫ്രീ ആക്കി കയ്യിലൊക്കെ ഉണ്ടാ. നമുക്ക് ഫുള്ളും ആണീച്ചൻ്റെ അടയാണ്. ആണീച്ചൻ്റെ അട നല്ല വലുപ്പം ഉണ്ടാവും, ഉള്ളിൽ താറ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സെല്ലുണ്ടോയെന്ന് ജസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സൂപ്പറിലായിട്ട് കയറ്റാൻ വേണ്ടി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റാണി ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നു. റാണി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താകുന്നത്, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വളരെ പതുക്കെ നോക്കുന്നു. അപ്പോൾ നോക്കും നമ്മൾ ഈ 6 ഉണ്ടല്ലോ, ഈ 6 സെല്ലുണ്ടോ നോക്കുകയാണ്. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കാം. ഈച്ചേൻ്റെ നേരെ അടിക്കണമെന്നില്ലേ, ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ പൊക്കത്തന്നെ ഒന്ന് അടിച്ചാൽ തന്നെ ഈച്ച നമ്മൾ ഇങ്ങോട്ട് വരില്ല. അതാ, ഇതൊക്കെ ആണീച്ചേൻ്റെ അടയാണ്. ഈ ഭാഗം മൊത്തം നമ്മൾ കട്ട് ചെയ്ത് നാൾ കൊടുക്കുക. ഓക്കെ, ഇതിലിപ്പോൾ സെറ്റില്ല. ഒന്നടന്ന് രണ്ടാമത്തെ അട നമ്മൾ ചെക്കിയാണ്. കണ്ടാ, ഇത് മൊത്തം ആണീച്ചൻ്റെ അടയാണ്. കണ്ടില്ലേ, ഇത് മൊത്തം ആണീച്ചൻ്റെ അട. ഇത് നമ്മൾ ചെത്തി കൊടുക്കും. ഇതേപോലെ റെഡിഷ് കളർ വിരിയാറായ ആണീച്ചൻ്റെ അട മാത്രം ചെത്തി കൊടുത്താൽ മതി ഈ സീസൺ സമയത്ത്. ചെറിയ ആണീച്ചൻ്റെ ഇതങ്ങനെ വെള്ള കളറിലുള്ള ആണീച്ചൻ്റെ അട ചെത്തിപ്പോൾ കൊടുക്കരുത്. കാരണം ചെത്തിയാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെത്തിയ അട, ആ ചെത്തിയ ആണീച്ചൻ്റെ പാലുണ്ടാവും. ആ പാല് കുടിച്ച് വറ്റിച്ചിട്ട് വേണം ഈച്ചകൾക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നല്ല, എന്തായാലും രോഗം വരും. പെട്ടെന്ന് തന്നെ സീസൺ കഴിഞ്ഞാൽ ഉടനെ ഈച്ച പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താകും, ചെത്തി കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കയ്യോടെ തന്നെ എന്ത് ചെയ്യാം, അത് ചെത്താം. അപ്പോൾ അതിന് ജസ്റ്റ് മേലെ ഭാഗം ഒന്ന് സ്മോക്കർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിങ്ങനെ പിടിക്കുക. 2-3 വിരലും കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തതിന് ശേഷം നല്ല മൂർച്ചയുള്ളൊരു കത്തി എടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട്, അത് കുറച്ച് മൂർച്ച കുറവുണ്ട്. നമ്മൾ ഈ പണിക്ക് നിൽക്കരുത് കേട്ടോ. മുറിയുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ കറക്റ്റ് ഇതുപോലെ വിരിയാറായ ആണീച്ചൻ്റെ മുട്ടയാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ക്ലീൻ ആക്കാനുള്ള ഓപ്ഷൻ കിട്ടി. അപ്പോൾ ആ സൈഡ് നോക്കി, പിന്നെ ഈ സൈഡുണ്ട് കുറച്ച്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഈച്ചനെ ഒഴിവാക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ക്ലീനായി. എന്നിട്ട് എപ്പോഴും നമ്മളിങ്ങനെ ചെത്തി വെച്ച അടകൾ നമ്മൾ എന്ത് ചെയ്യുക, അവസാനമായിട്ട് ഇട്ട് കൊടുക്കുക, ലാസ്റ്റായിട്ട്. അതെന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ചക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ എളുപ്പമുണ്ട്. പെട്ടെന്ന് തന്നെ എടുത്തിട്ട് താഴോട്ട് നമ്മൾ അടിയിലൊരു ഗ്യാപ്പ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് വൃത്തിയാക്കിയിട്ട് അടി കൊടുക്കാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ ആ സൗകര്യത്തിന് എൻ്റെ അടിയിൽ എന്തോ തടസ്സമുണ്ട്. നോക്കട്ടെ, അടിയിൽ ഫ്രെയിം കുറച്ച് തള്ളിയിരിക്കുന്നുണ്ടോ, നമുക്ക് റെഡിയാകാം. അപ്പോൾ അത് നമ്മൾ